തിരുവോണവും നബിദിനവും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഫ്രൈഡേ എല്ലാവർക്കും ലീവായിരുന്നേ. അതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഫുജേറയിലെ ഫുജേറ ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവോണത്തിന് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സദ്യയൊക്കെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കഴിച്ച് ഞങ്ങൾ അപ്പോഴേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയേ. അപ്പോൾ അവിടെ ഒരു ബീച്ച് സൈഡായിരുന്നു. പക്ഷേ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടങ്ങ് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ലഗേജൊക്കെ എടുത്തിട്ട് റിസപ്ഷനിൽ പോയി. അവിടുന്ന് കീയും ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ശരിക്കും അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പൂളാണ്. ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ ബുക്ക് ചെയ്തത്. അപ്പോൾ പിള്ളേർക്കും മാക്സിമം എൻജോയ് ചെയ്യാം. പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ വേറെ ഔട്ടിങ്ങൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചൂസ് ചെയ്തതാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. നല്ല റൂമായിരുന്നു. വ്യൂ പൂളിലേക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലിരുന്നിട്ട് തന്നെ പൂളിൻ്റെ വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വന്ന് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉടനെ തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. മോനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അവൻ ആദ്യം ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇതിന് മുന്നേ ഒരിക്കലും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് കാല് മാത്രം നനച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയപ്പോൾ അവൻ ആകെ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. 9 to 9 ആയിരുന്നു കേട്ടോ പൂൾ ടൈമിങ്. അപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. നല്ല നിലാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു മഞ്ഞിൻ്റെ ഒരു ഫീലായിരുന്നു. പിന്നെയും എല്ലാവരും റെഡി ആയിട്ട് വീണ്ടും പൂളിൽ ചാടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ മാക്സിമം പൂളിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മോന് പൂളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു യൂണിക്കോണിനെയാണ് വാങ്ങിയത്. നമ്മൾ അതിനകത്തിരിക്കുമ്പോൾ അവരതിലിരുന്നോളുമല്ലോ. പക്ഷേ നമ്മുടെ ഒരു സപ്പോർട്ട് എപ്പോഴും വേണം, അല്ലെങ്കിൽ അതിങ്ങനെ മറിഞ്ഞു പോവും. എങ്കിലും അവൻ അതിലിരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു ഇരുന്നത്. അവൻ അല്ലാണ്ടിരിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു വൈകുന്നേരം 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിൽ പോയായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ. അതിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ വാവ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു. അപ്പം അവിടെ തന്നെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ടിക്കറ്റ് ചാർജ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഹാങ്ങിങ് ഗാർഡനും എൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് മല പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ടിക്കറ്റ് ചാർജ് 5 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളതും എടുത്ത് അകത്ത് കയറി. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷീണിച്ചു പോവും, അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ കുറേ സമയം നമുക്കവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനടുത്തൊക്കെ ഇങ്ങനെ പോയി. കുറേ ആൾക്കാരൊക്കെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നമുക്കങ്ങനെ അത്രയും നടക്കാനും തിരിച്ചു വരാനും ഒന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ അടുത്ത് കാണാൻ അവിടെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. ട്രെയിനിൽ കയറണമെങ്കിൽ അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് വേണം കയറാൻ. അവിടെ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഇതിനിടയിൽ നല്ല വ്യൂ ആണ്. 2 സൈഡിലും നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ നടന്നു പോകാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിച്ച് വന്നു. ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് അതിൽ കൂടുതൽ അങ്ങനെ നമുക്ക് ഒത്തിരി അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ട്രെയിൻ ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ ഒരു റൗണ്ടിൽ നമുക്കിങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ക്ലോസപ്പ് ആയിട്ടെല്ലാം ഒന്ന് കണ്ടു പോകാൻ പറ്റും. തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുമായിരുന്നേ. ട്രെയിൻ ടിക്കറ്റും 5 ദിർഹംസ് തന്നെയായിരുന്നേ. പിന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു.
അത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിരുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്ത് തരാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ ബാക്കിലിരുന്നവർ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി, നിറയെ സീറ്റുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നിട്ട് ആണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫുള്ളിങ്ങനെ കുറച്ചും കൂടി നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ 2 പാർക്കുണ്ടായിരുന്നു 2 സ്ഥലത്തായിട്ട്. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചു. കൂട്ടത്തിൽ ഞാനും കുറച്ച് കളിച്ചു. കുറേ നാളിന് ശേഷം ഇങ്ങനെ സ്ലൈഡിലൊക്കെ കയറി. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറേ നാളിങ്ങനെ ഇതിലൊക്കെ കയറിയിട്ട് അപ്പോൾ സ്ലൈഡിലും ഊഞ്ഞാലിലും ഒക്കെ കയറിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. എന്തോ പിള്ളേരുടെ പോലെ ആയി എന്നുള്ളൊരു ഫീലായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ മോനും മക്കളും ഒക്കെ കൂടി ഇരുന്ന് അവിടെ ഫുള്ള് കളിക്കുമായിരുന്നു. കളിച്ചെങ്കിലും ഭയങ്കരമായിട്ട് ഞങ്ങൾ ക്ഷീണിച്ചു. അവർ പിന്നെയും കളിക്കുമായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ എല്ലാവർക്കും ക്ഷീണമായിരുന്നു കേട്ടോ. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു. പാർക്കിങ്ങിന് ഫീ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അവിടെ പേ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയാണ് കേട്ടോ അടയ്ക്കാനുള്ളത്. അപ്പം അത് അടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. എത്ര 72 അവേഴ്സിനുള്ളിൽ എന്തോ അടയ്ക്കണം എന്നുള്ളത്. അവരൊരു നോട്ടീസ് തരും. അതിനകത്ത് അതിൻ്റെ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പം ഞങ്ങൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ചു പോന്നു. പക്ഷെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്ത് വന്നിട്ട് അവിടെ അടുത്തൊരു KFC ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിച്ചു. അവർ KFC ഓർഡർ ചെയ്തായിരുന്നു. മോന് സെപ്പറേറ്റ് മീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അധികം കഴിച്ചില്ല അവിടെ ഇരുന്നിട്ട്. പിന്നെ എനിക്കൊരു പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഒരു വെജിറ്റബിൾ പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ടിറങ്ങി. മോൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് പാക്ക് ചെയ്തെടുത്തു. റൂമിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൽ വന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഇത്രയും പുറത്തിറങ്ങി ഇത്രയും നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. മോനും ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഫുഡ് കൊടുത്തു. അവനത് കഴിച്ചു. അവന് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ പൂളിലിറങ്ങിയായിരുന്നു. 12 മണിക്കേ ഉള്ളായിരുന്നു ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങളൊരു 11 മണി വരെയൊക്കെ പൂളിൽ കളിച്ചിട്ട് കയറി. വരുന്ന വഴിക്ക് പിന്നെ ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു സ്റ്റേക്കേഷൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.